ഒരാൾ ഒരു കത്ത് എഴുതി എന്നതുകൊണ്ട് മാത്രം ഗൂഢാലോചന തെളിയില്ല എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം അതിജീവിതയുടെ ദൃശ്യങ്ങൾ പകർത്തിയ ഒരു മെമ്മറി കാർഡാണ്. കാറിനുള്ളിൽ അതിജീവിതയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും കേസിൽ നിർണായകമായ തെളിവാണ്. ഈ മൊബൈൽ ഫോണോ ആ ഫോണിലുള്ള മെമ്മറി കാർഡോ കണ്ടെത്താനായിട്ടില്ല. ആ ഫോൺ കായലിലെറിഞ്ഞു എന്നു മുതൽ പൾസർ സുനി പല കാര്യങ്ങളാണ് മൊഴിയായി പോലീസിന് നൽകിയത്. കായലിലെറിഞ്ഞ ഫോണിന് വേണ്ടി പോലീസ് തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. കൂട്ടുപ്രതികൾ പോലീസ് പിടിയിലായപ്പോൾ പൾസർ സുനി ഈ ഫോണിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തി മറ്റൊരു മെമ്മറി കാർഡിലാക്കി ഒരു അഭിഭാഷകനെ ഏൽപ്പിച്ചിരുന്നു. ഈ അഭിഭാഷകനാണ് ആ മെമ്മറി കാർഡ് പോലീസിന് കൈമാറിയത്. കേസിലെ ഏറ്റവും പ്രധാന തെളിവായ ഈ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ ആരോ 3 വട്ടം തുറന്ന് പരിശോധിച്ചുവെന്ന ആരോപണം ഉയർന്നിരുന്നു. ഈ കാർഡ് ആരാണ്, എന്തിനാണ് തുറന്ന് പരിശോധിച്ചത്? ഈ കേസിൽ മുമ്പ് സൂചിപ്പിച്ച പ്രധാന തെളിവുകളുടെ അഭാവം വിചാരണയുടെ തുടക്കത്തിൽ തന്നെ വ്യക്തമായിരുന്നു. വിചാരണ തുടങ്ങുമ്പോൾ തന്നെ തെളിവുകളുടെ അഭാവം പ്രോസിക്യൂഷനെ കുഴക്കിയിരുന്നു. സാക്ഷികൾ കൂറുമാറുകൂടി ചെയ്തതോടെ പ്രോസിക്യൂഷൻ കേസ് പ്രതിസന്ധിയിലായി. അപ്പോഴാണ് സംവിധായകൻ ബാലചന്ദ്രകുമാറിൻ്റെ രംഗപ്രവേശം. അതിജീവിതയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപ് മറ്റുള്ളവരോടൊപ്പം വീട്ടിലെ വലിയ സ്ക്രീനിൽ കണ്ടതിന് താൻ സാക്ഷിയാണ് എന്നായിരുന്നു ബാലചന്ദ്രകുമാർ അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. മുഖ്യമന്ത്രിയെ കണ്ടും ബാലചന്ദ്രകുമാർ ഇക്കാര്യം അറിയിച്ചു. അതിനാധാരമായ ചില ശബ്ദ സന്ദേശങ്ങളും ബാലചന്ദ്രകുമാർ ഹാജരാക്കി. ഈ വെളിപ്പെടുത്തലോടെ വിചാരണയ്ക്കിടെ കേസ് പുനരന്വേഷിക്കാൻ കോടതി അനുമതി നൽകി. പോലീസ് കോടതിയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന മെമ്മറി കാർഡ് വീണ്ടും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. പരിശോധനയിൽ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂ മാറിയതായി കണ്ടെത്തി. ഇതിനർത്ഥം ആ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ ആരൊക്കെയോ തുറന്ന് പരിശോധിച്ചിട്ടുണ്ട് എന്നാണ്. മെമ്മറി കാർഡ് തുറക്കുക മാത്രമല്ല, വാട്സാപ്പ്, ടെലഗ്രാം എന്നിവയിലേക്ക് പകർത്തിയതിനുള്ള സാധ്യതയും ഫോറൻസിക് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. 2018 ജനുവരി 9, 2018 ഡിസംബർ 13, 2021 ജൂലൈ 19 എന്നീ തീയതികളിലാണ് ഇത് തുറന്നു നോക്കിയിട്ടുള്ളത്. ഫോറൻസിക് പരിശോധനാ ഫലം പ്രോസിക്യൂഷനുമായോ അന്വേഷണ സംഘവുമായോ പങ്കുവയ്ക്കാൻ വിചാരണ കോടതി തയ്യാറായില്ല. പോലീസ് കോടതിയോട് ആവശ്യപ്പെട്ടെങ്കിലും നിരസിക്കുകയായിരുന്നു. ഇതോടെയാണ് അതിജീവിതയ്ക്ക് കോടതിയിൽ വിശ്വാസം പൂർണ്ണമായും നഷ്ടമാവുന്നത്.